നമസ്കാരം. കരിയർ പാത്വേയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ രണ്ട് അവസരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, കോഗ്നിസന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രമുഖ IT കമ്പനിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. കോഗ്നിസന്റ് എന്നുള്ളത് വളരെ പ്രമുഖമായിട്ടുള്ള ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇതൊരു ഇൻഡോ അമേരിക്കൻ കമ്പനി എന്ന് വേണമെങ്കിൽ വിളിക്കാനായിട്ട് കഴിയും. കാരണം ഇതിന്റെ ആരംഭം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചെന്നൈയിലായിരുന്നു. എന്നാൽ ഇന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ IT കമ്പനിയാണ്. ഇവര് നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മുൻപ് ശമ്പളം കുറഞ്ഞതു പോയതിൽ ഒത്തിരി പഴി കേട്ട ഒരു കമ്പനിയാണ്. ഏതാണ്ട് 2.25 ലാക്ക് ഒക്കെയാണ് ഇവര് ഡിഗ്രിക്കാർക്ക് ശമ്പളം അനൗൺസ് ചെയ്തത്. എന്നാൽ ഈ റിക്രൂട്ട്മെന്റിൽ 6.7 ലാക്ക് പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഈ കോഗ്നിസന്റിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു അവസരം IDBIയിലേക്കാണ്. IDBI ബാങ്കിലേക്ക് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിൽ നിന്ന് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മലയാളം സംസാരിക്കുന്നവർക്കും അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ ഹയറിങ്ങിനെ കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഹയറിങ്ങിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. ഈ രണ്ട് റിക്രൂട്ട്മെന്റുകളെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് കോഗ്നിസന്റ് ഹയറിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. കോഗ്നിസന്റ് ഈ ഹയറിംഗ് നടക്കുന്നത് സൂപ്പർസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. സ്ഥിരമായിട്ട് ഈ കോഗ്നിസന്റ്, വിപ്രോ ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം സൂപ്പർസെറ്റിലൂടെയാണ് ഹയർ ചെയ്യുന്നത്. അപ്പോൾ കോഗ്നിസന്റിന്റെ ഹയറിംഗ് 2024 ബാച്ചിന് വേണ്ടിയിട്ടാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങളാണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള ഏതാണ്ട് 9ഓളം ലൊക്കേഷനുകളിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, കൊൽക്കട്ടയുണ്ട്, പൂനെ ഉണ്ട്, കോയമ്പത്തൂർ ഉണ്ട്, കൊച്ചി ഉണ്ട്, ഭുവനേശ്വർ ഉണ്ട്, ഇൻഡോർ ഉണ്ട്. ഇത്രയും ലൊക്കേഷനുകളിലേക്കാണ് ഹയർ ചെയ്യുന്നത്. 3 പൊസിഷനുകളിലേക്ക് ജെൻസി നെക്സ്റ്റ് ഉണ്ട്, ജെൻസി പ്രോ ഉണ്ട്, ജെൻസി ഉണ്ട്. എന്താണെന്നൊക്കെ ഞാൻ സൂചിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് മാർച്ച് 9 2025 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇതിൻ്റെ പേ പാക്കേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 6,75,000 LPA ലാക്ക് പെർ ആനം വരെയാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ശമ്പളം കുറഞ്ഞതിൻ്റെ പേരിൽ, ഡിഗ്രിക്കാർക്കൊക്കെ ശമ്പളം കുറഞ്ഞതിൻ്റെ പേരിൽ പഴി കേട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ 3 ഹയറിങ്ങിലും ശമ്പളം വ്യത്യസ്തമായിരിക്കും. അതെങ്ങനെയാണെന്നും കൂടി ഞാൻ സൂചിപ്പിക്കാം. അപ്പം 2024 പാസ് ഔട്ട് ആകുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഹയറിങ്. ഇവിടേക്ക് വന്നാൽ കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി സൂചിപ്പിക്കുന്നുണ്ട്. BE BTech അല്ലെങ്കിൽ ME MTech. അത് മിക്കവാറും എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ലെതർ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഫാഷൻ ടെക്നോളജി ഇത് മാത്രം അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ CS, IT ഇതൊന്നും മാത്രമല്ല, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ അങ്ങനെ എല്ലാ ബ്രാഞ്ചുകാർക്കും BE BTech ME MTechകാർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്സ് 10th-ലും 12th-ലും BTechനും അല്ലെ MTech ആണ് MTechനും ഒക്കെ നേടിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റാൻഡിങ് അരിയേഴ്സ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഏത് ലൊക്കേഷനിലും വർക്ക് ചെയ്യാൻ തയ്യാറാണ്, കൊച്ചിയിൽ വേണമെന്ന് നിർബന്ധം പിടിക്കാൻ കഴിയില്ല എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റെസ്യൂമേക്കകത്ത് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ അറ്റാച്ച് ചെയ്ത് വേണം ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇൻഡസ്ട്രി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇഫ് ആപ്ലിക്കബിൾ അതും അറ്റാച്ച് ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. 3 തസ്തികകളാണ്: ജെൻസി നെക്സ്റ്റ്, ജെൻസി പ്രോ, ജെൻസി. ഇതെന്താണ് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇവിടേക്ക് വന്നാൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. ഞാൻ അറ്റാച്ച്മെൻറ്റ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കോഗ്നിസന്റ് ഹയറിംഗ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് 3 തസ്തികളിൽ ജെൻസി എന്നുള്ളതാണ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ. അത് 4 ലാക്ക് പെർ ആനമാണ് എൻ്റെ പേ പാക്കേജ്. ജെൻസി പ്രോയ്ക്ക് 5.4 ലാക്ക് പെർ ആനവും, ജെൻസി നെക്സ്റ്റിലാണെങ്കിൽ 6.75 ലാക്ക് പെർ ആനവുമാണ് ശമ്പളം ഓഫർ ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ തന്നെ ഹയറിങ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇവിടേക്ക് വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. മറ്റ് ചില അഡ്വാൻറ്റേജസ് കൂടിയുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ, കോ സ്പോൺസേഡ് ഹയർ എഡ്യൂക്കേഷൻ, IIT അല്ലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് കൂടിയിട്ട് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഇവരെ കോ സ്പോൺസർ ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റേ ഡിജിറ്റൽ ഹോണേഴ്സ് പ്രോഗ്രാം, ബോണ്ട് ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഹയറിങ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർച്ച് 7 വരെ, ഫെബ്രുവരി മുതൽ മാർച്ച് 7 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം അതിന് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അത് ഇവരൊന്ന് സ്ക്രീൻ ചെയ്യും. സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ട് അത് മാർച്ച് 7 മുതലായിരിക്കും നടക്കുക. ഒരു കമ്മ്യൂണിക്കേഷൻ അസസ്മെൻ്റ് ആയിരിക്കും.
അതിനുശേഷം റൗണ്ട് 2 അതും ഓൺലൈൻ തന്നെ ആയിരിക്കും. ആപ്റ്റ്യൂഡ് അസസ്മെന്റ് കാണും March 10 ഓൺവേർഡ്സ്. അത് കഴിഞ്ഞ് ടെക്നിക്കൽ അസസ്മെന്റ് March 11 ഓൺവേർഡ്സും നടക്കും. അപ്പോൾ ഓർക്കുക, ആദ്യം ഒരു കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ്, ആദ്യം നിങ്ങളുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ് ഉണ്ട്, ആപ്റ്റ്യൂഡ് അസസ്മെന്റ് ഉണ്ട്, ടെക്നിക്കൽ അസസ്മെന്റ് ഉണ്ട്. March 7 മുതലായിരിക്കും ഇതൊക്കെ ആരംഭിക്കുക. എന്നിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ടെക്നിക്കൽ ഇൻ്റർവ്യൂവിലേക്കായിരിക്കും നിങ്ങൾ പിന്നീട് അവരെ മാറ്റുക. അത് March 27 മുതൽ ആരംഭിക്കും. അപ്പോൾ ജെൻസി നെക്സ്റ്റിനും അല്ലെ ജെൻസി പ്രോയ്ക്കും ജെൻസിക്കും വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ ഇൻ്റർവ്യൂസ് ആയിരിക്കും. അത് ക്ലിയർ ചെയ്താൽ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് LOI നിങ്ങൾക്ക് ലഭ്യമാകും. അവർക്ക് ഈ കോഗ്നിസന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് March 7 അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് IDBI ബാങ്കിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. വ്യത്യസ്തമായ ഒരു റിക്രൂട്ട്മെന്റ് ആണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഓർക്കുക, ഏതാണ്ട് 6.5 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഇത് അറിയപ്പെടുന്നത് IDBI JAM എന്ന പേരിലാണ്. JAM എന്ന് പറഞ്ഞാൽ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ റിക്രൂട്ട്മെന്റ് ആണ്. എന്നാൽ ഇതിനെ PGDBF എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ PGDBF, അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. IDBI ബാങ്കിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്കുള്ള ഹയറിങ് കൊച്ചി സോണിലേക്കായിരിക്കും. സൗത്ത് ആൻഡ് വെസ്റ്റ് സോൺ ആയിരിക്കും കൊച്ചി ആസ്ഥാനമായിട്ട് കേരളത്തിലേക്കുള്ള ഹയറിങ്. ഇത് മലയാളം റീജിയണൽ ലാംഗ്വേജ്, മലയാളം അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹയറിംഗ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേക്കൻസികൾ നിങ്ങൾ കാണാൻ സാധിക്കും. ടോട്ടൽ 650 ഒഴിവുകളാണുള്ളത്. ഇതിൻ്റെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുക. പ്രായം 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകം ഓർക്കുക, മാക്സിമം 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇത് April 6 ആയിരിക്കും ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ്, ടെൻറ്റേറ്റീവ് എന്നാണ് സൂചിപ്പിക്കുന്നത്. 650 ഒഴിവുകളിലേക്കാണ് ഹയറിംഗ് നടക്കുക. കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം March 1 മുതൽ March 12 വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് അതിനൊരു ഫീ ഉണ്ട്, അതൊക്കെ പേ ചെയ്യാനായിട്ട് പറ്റുക. April 6 ആയിരിക്കും ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ്. എലിജിബിലിറ്റി അതിൻ്റെ, അതായത് ഏജ് ഇതൊക്കെ കണക്കാക്കുന്നത് March 1 പ്രകാരമായിരിക്കും. അപ്പം March 1 പ്രകാരമായിരിക്കും 20 മുതൽ 25 വയസ്സ് വരെ കാണേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരിവിടെ സൂചിപ്പിച്ച എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മിനിമം ഡിഗ്രി കാണണം. അതോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. കാൻഡിഡേറ്റ്സ് ഇൻ ഫൈനൽ ഇയർ ഓഫ് ഗ്രാജുവേഷൻ ഫൈനൽ സെമിസ്റ്റർ മേ ഓൾസോ അപ്ലൈ പ്രൊവിഷണലി. പക്ഷേ ഒരു കണ്ടീഷൻ ഇവർ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് വിളിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഡിഗ്രിയുടെ പ്രൂഫ്, അതായത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അത് 1/3/2025 മുമ്പ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പ്രൂഫ് കാണിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രായം 20 വയസ്സിനും 25 വയസ്സിനിടയിലാണെന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. എന്നാൽ SC/STക്കാർക്ക് 5 വർഷത്തെയും അതേപോലെ OBCക്കാർക്ക് 3 വർഷത്തെയും പിന്നെ അംഗവൈകല്യം ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷത്തെയും ഒക്കെ ഏജ് റിലാക്സേഷനൊക്കെ നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ടൊരു ഫീ ഉണ്ട്. 1050 രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ. എന്നാൽ SC/ST PWD കാൻഡിഡേറ്റ്സിന് 250 രൂപ ആയിരിക്കും ഫീസ് നൽകിയാൽ മതിയാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്യണം, ഓൺലൈനായിട്ട് ഫീ പേ ചെയ്യണം. കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ചില സ്പെഷ്യാലിറ്റി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചു. അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഇതിനെ വിളിക്കുന്നത് IDBI PGDBF എന്നാണ്. അപ്പോൾ എന്താണ് ഇത് ഈ PGDBF, എന്താണ് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രത്യേകത എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈ PGDBFൻ്റെ ഫുൾ ഫോം ഇവരിവിടെ പറയുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അതായത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് JAM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തികയിലാണ്, ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡോ. എന്നാൽ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ആ കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഇത് 6 മാസത്തെ ഒരു കോഴ്സായിരിക്കും. അത് ഇവർ സൂചിപ്പിക്കുന്നുണ്ട് 6 months ഓഫ് ക്ലാസ് റൂം സ്റ്റഡീസാണ് ഇൻ റെസ്പെക്റ്റീവ് ക്യാമ്പസ്. അതായത് ഈ കോഴ്സ് ഇവർ നടത്തുന്നത് മണിപ്പാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു സ്ഥാപനം കൂടിയായിട്ട് കണക്ട് ചെയ്താണ് ഇത്. അതെ, നിറ്റെ എഡ്യൂക്കേഷണൽ ഇൻ്റർനാഷണൽ.
ഇവരൊക്കെ ആയിട്ടാണ് കൂട്ടിയിട്ട്, മിക്കവാറും സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് മണിപ്പാലുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും ഇത് നടക്കുക. അപ്പോൾ ഇവരുടെ ബ്രാഞ്ചിൽ നിങ്ങൾ പോയിട്ട് ഈ ഒരു 6 months ക്ലാസ് റൂം സ്റ്റഡീസ് നടത്തേണ്ടതായിട്ട് വരും. അതിൽ 2 months ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കും, 4 months ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിരിക്കും IDBI ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലെ സെൻറ്റേഴ്സ്. എന്നിട്ട് ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് PGDBF ഡിപ്ലോമ കിട്ടും. അതിനോടൊപ്പം യു വിൽ ബി ഇൻഡക്റ്റഡ് ടു IDBI ബാങ്ക് ആസ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ. അപ്പം നേരിട്ടുള്ള ഒരു ബാങ്ക് ടെസ്റ്റ് വഴിയുള്ള ഹയറിംഗ് ഇല്ല. അതൊരു ടെസ്റ്റ് നടത്തി ഈ കോഴ്സിന് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നോക്കും. എലിജിബിൾ ആണെങ്കിൽ അത് ഈ കോഴ്സ് എടുക്കുക. കോഴ്സ് എടുത്തതിന് ശേഷമായിരിക്കും നിങ്ങളെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജറായിട്ട് IDBIയിൽ എടുക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ സൗത്ത് സോണിലൊക്കെ ഉള്ളവർക്ക് മണിപ്പാലിൻ്റെ ട്രെയിനിങ് ആയിരിക്കും, ബാംഗ്ലൂർ വെച്ചായിരിക്കും നടക്കുക എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ട്രെയിനിങ്ങിനൊരു ഫീയും കൂടിയുണ്ട്, ആ കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ 13ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. ഇതിന് 3 ലക്ഷം രൂപ ഒരു ഫീസ് ഉണ്ടായിരിക്കും. ദ പ്രോഗ്രാം ഫോർ ദിസ് കോഴ്സ് വിൽ ബി 3 lakh rupees പ്ലസ് GST എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ പേ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ പണം നിങ്ങൾക്ക് തിരികെ കിട്ടും, അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇതിന് ലോൺ IDBIയിൽ തന്നെ ലഭ്യമാകും. കാൻഡിഡേറ്റ്സ് ക്യാൻ ഫിനാൻസ് ദ കോഴ്സ് ഫീ ബൈ അവൈലിംഗ് എഡ്യൂക്കേഷൻ ലോൺ. IDBIയിൽ നിന്ന് തന്നെ ലോൺ കിട്ടും. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഈ 3 ലക്ഷം രൂപ മടക്കേണ്ട കാര്യമില്ല. എന്നും മാത്രമല്ല, നിങ്ങൾക്ക് ഈ പണം തിരികെ കിട്ടും. അതെങ്ങനെയാണ് ഞാൻ സൂചിപ്പിക്കാം. ട്രെയിനിങ് പീരീഡ് 6 മാസത്തേന് നിങ്ങൾക്ക് 5000 രൂപ പെർ മന്ത് സ്റ്റൈഫൻഡ് ലഭ്യമാകും. പിന്നെ 2 മാസം ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് 15000 രൂപ പെർ മന്ത് ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് ലഭ്യമാകുക. അപ്പോൾ അങ്ങനെ 8 മാസത്തെ ഈ ഒരു പ്രോഗ്രാമാണ് എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ നിങ്ങളെ ജോലിക്ക് എടുക്കുമ്പോൾ ജാം ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഈ ഒരു തസ്തികയിൽ 6,14,000 പെർ ഇയർ ടു 6,50,000 പെർ ഇയർ. അത് സിറ്റി അനുസരിച്ച് മാറും. ആ ഒരു ശമ്പളത്തിലായിരിക്കും നിങ്ങളെ ജോലിക്ക് എടുക്കുക. ഗ്രേഡ് O ആയിരിക്കും. TA, HA, ലോക്കൽ കൺവെയൻസ്, സബ്സിഡൈസ്ഡ് ലഞ്ച് ഫെസിലിറ്റി, അങ്ങനെയുള്ള കുറേ ആനുകൂല്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. ആനുവൽ ഇൻക്രിമെൻ്റ് ഒരുപക്ഷെ ലഭ്യമാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആസ് പെർ കറണ്ട് ബാങ്ക് ഗൈഡ് ലൈൻസ് ദ കോഴ്സ് ഫീ ഷാൽ ബി റീഇംബേഴ്സ്ഡ് ആസ് എ ഡെഫേർഡ് പേയ്മെൻറ്റ് ഓഫ് 5 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് സ്റ്റാർട്ടിങ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 3 years ഓഫ് സർവീസ്. അതായത് 3 വർഷം നിങ്ങൾ ഈ ബാങ്കിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഈ നൽകിയിരിക്കുന്ന 3 ലക്ഷം രൂപ നിങ്ങൾക്ക് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഇതിനൊരു കോഴ്സ് ഫീ ഉണ്ട് എന്നുള്ള കാര്യം, 3 lakh. എന്നാൽ ഈ 3 lakh IDBI നിങ്ങൾക്ക് ലോണായിട്ട് തരും. അതുകൊണ്ട് തന്നെ നിങ്ങളത് കണ്ടെത്തേണ്ട കാര്യമില്ല. അതുമാത്രവുമല്ല, 3 year ആ ബാങ്കിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഈ 3 lakh തിരികെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻ ഇഫക്റ്റ് നിങ്ങൾ പണം കണ്ടെത്തേണ്ട എന്ന് മാത്രവുമല്ല, ഈ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. അതുമാത്രവുമല്ല, സ്റ്റൈഫൻഡ് ലഭ്യമാവുകയും ചെയ്യും. അപ്പം ഒരു വിധത്തിൽ നോക്കിയാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കുക. അപ്പം ഞാൻ കണ്ടെത്തിയ 2 അവസരങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി, അത് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.